ചെറുപ്പത്തിന്റെ വയലിപ്പോൾ വെള്ളമായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ വെള്ളമായി കഴിഞ്ഞ് രണ്ട് സൈഡിലും വെള്ളം തന്നെ 6 മാസം വെള്ളം അവിടെ ഒരുപാട് പേര് കൊട്ടി വീണ്ട മുന്നേ ഒരാഴ്ച മുന്നേ അവരെ ചെറിയ ഉള്ളിലാഴ്ച വോട്ടടിച്ചാണ്. ഇത് വയലാണോ പുഴയാണ്? ഇവിടെ ഒരു മാർഗ്ഗമില്ല. ഇരു സൈഡിലും വെള്ളം നിൽക്കുന്നത്, ഇതിൽ മണ്ണിട്ട് നിറച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഇവർ ആദ്യം ഈ കട്ട പൊട്ടിയ സമയത്ത് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വരെ ഇവരൊരു പരിഹാരം ഉണ്ടായിരുന്നു. വണ്ടി 3-4 ദിവസം ഇവിടെ ഒന്നായിട്ട് സ്റ്റോപ്പായിരുന്നു. മുമ്പിൽ പോലെ എല്ലാവരും പോലെ ഇല്ലല്ല, നമ്മൾ ക്യാമറ ബാക്ക് തന്നെ കുറെ കിട്ടും. ഓക്കെ 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 ബന്ധപ്പെട്ടേ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ്. അതിനിടയിലാണ് ഒരു അപകടം ഉണ്ടായത്. തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. അതല്ല, ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കേരളം കാത്തിരുന്നൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്തുള്ള ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. പക്ഷേ ഇതുപോലെ ഇന്നിപ്പോൾ എനിക്ക് കാസർഗോഡ് നിന്ന് 4-5 ചിത്രങ്ങളടക്കം വന്നിട്ടുണ്ട്. ആ റോഡുകൾ മുഴുവൻ തകർന്നതായിട്ട്. ആലപ്പുഴയിൽ നിന്നും ഇതുപോലെ റോഡുകൾ, സർവീസ് റോഡ് മൊത്തം ഇതുപോലെ 2ആയിട്ട് വിണ്ടു പൊളിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിൽ പിന്നെ കുപ്പത്ത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ചുള്ള ഡിസൈൻ അല്ലായിരുന്നു ഇത് എന്നുള്ളത് ഞങ്ങളൊക്കെ പല പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ കോൺഫറൻസിൽ പറഞ്ഞതാണ്. ഞാൻ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കോൺഫറൻസിൽ തന്നെ പറഞ്ഞതാണ്, ഇന്ന് വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനം ഡ്രെയിനേജ് സിസ്റ്റമില്ല, അതുപോലെ തന്നെ പ്രോപ്പർ ഡിസൈനിങ് സിസ്റ്റം വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ ഇവിടുത്തെ പ്രശ്നം ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത് കേരളത്തിലൊട്ടാകെ ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടാകെ പരാതികൾ വരുന്നു നോക്കിയാണ്. ഓരോരാളും ഓരോ ദിവസവും കൂടുതൽ പരാതികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ലെവി ആൻഡ് ഫീസ് ആൻഡ് ടോളിൻ്റെ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിംഗാണ് നാളെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഗൗരവതരമായ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് മുൻപ് ഈ സാഹചര്യങ്ങളൊന്ന് കാണുന്നതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ NHI പറഞ്ഞത് മണ്ണ് തെന്നി നീങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നുള്ളത്. അപ്പോൾ അങ്ങയുടെ NHI ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, അതൊന്നും ആയിരിക്കത്തില്ല ഇതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവരുടെ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ദേശീയപാതയുടെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, DPR തയ്യാറാക്കിയത്, ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എത്രമാത്രം ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഹൈവേ നടക്കും, 6000 കോടിയുടെ ഭൂമി നമ്മൾ ഏറ്റെടുത്ത് കൊടുത്തൊരു ഹൈവേ നടത്തുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? നമ്മളാണ്, സ്റ്റേറ്റാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രയാസങ്ങൾ പറയേണ്ട ഉത്തരവാദപ്പെട്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അവരത്ര അതിനകത്ത് പറഞ്ഞ് ഇത് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെട്ടാലേ പറയാം. അപ്പോൾ ഞാൻ PSCയുടെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരാളെന്ന നിലയിൽ അതൊക്കെ രേഖാമൂലം അവരിന്ന് ആവശ്യപ്പെട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ ശേഷം പാർലമെന്റിന് കൃത്യമായ റിപ്പോർട്ട് അല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നെ കാസർഗോഡ് നിന്ന് 4 പരാതികൾ, 4 ചിത്രമടക്കം, 4 റോഡ് തകർന്ന ചിത്രമടക്കം എടുത്തുകൊണ്ട് അവർ തന്നിരിക്കുകയാണ്. കുപ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ നിയോജകമണ്ഡലമായ ആലപ്പുഴയിൽ
അവരിന്ന് ഒരു സർവീസ് റോഡ് കംപ്ലീറ്റ് രണ്ടായിട്ട് വിണ്ടുപോയ കാര്യം ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇതിനകത്ത് ഡിസൈനിങ്ങിൽ പ്രോപ്പറായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. കാര്യമായിട്ട് വസ്തുതകൾ നമ്മുടെ ഇനിയിപ്പം കർണാടകത്തിലോ ഉത്തർപ്രദേശിലോ ചെയ്യുന്നത് പോലെയുള്ള റോഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ വലിയ വിദഗ്ധരായ കോൺട്രാക്ടറോ മറ്റോ ആക്കിയും, പക്ഷേ അവരൊക്കെ അവിടെ ചെയ്യുന്നതല്ല. ഇവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ചല്ലേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വർഷത്തിൽ 7 മാസം 8 മാസം മഴ കിട്ടുന്ന സ്ഥലമല്ലേ ഇവിടെ. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഡിസൈനിങ് ഉണ്ടാവണ്ടേ, DPR എങ്ങനെ തയ്യാറാക്കണ്ടേ. അത് തയ്യാറാക്കുന്ന കാര്യത്തിൽ വീഴ്ച വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എന്തായാലും ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കാര്യമായിട്ട് ഗൗരവതരമായിട്ട് പരിശോധിക്കും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും പറഞ്ഞിട്ടുള്ളത് നിർമ്മാണം ഏറ്റെടുത്ത NHAI ആണ്, പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവരുടേതാണെന്ന് പറയുന്നുണ്ട്. അതിപ്പോഴല്ലേ പറയുന്നത്, നേരത്തെ അങ്ങനെയായിരുന്നല്ലോ അവർ പറഞ്ഞത്. ഇതെല്ലാം അവരുടെ വകയാണെന്നില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വിശദാംശങ്ങൾ ഞാനോടാണ് ചോദിച്ചത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എത്ര ഇൻവോൾവ് ചെയ്തിട്ടുള്ള കൃത്യമായ വിവരം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദേശീയപാതയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോടും ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിത് എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന ഒരാളായിരുന്നു, MP-മാരുടെ മീറ്റിങ്ങുകളിൽ. ഇതിനകത്ത് ലോക്കൽ സ്റ്റാൻഡ് ആർക്കാണ്? ഇവിടുത്തെ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കറിയാം ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്ന്, ഇവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയുന്നവർക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അത്തരം പ്രായോഗികമായിട്ടുള്ള അറിവ് കൂടെ തേടിക്കൊണ്ടായിരിക്കണം അവരും ഇതൊക്കെ ചെയ്യേണ്ടിരുന്നത്. ഒന്നും ചെയ്തില്ല. ഇത് നമ്മുടെ നാട്ടിലിപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ധൃതിയിൽ പെട്ടെന്ന് തീർക്കാനുള്ള ഇതിൽ പോയതായിട്ടാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെന്ന് വിശദമായി പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പല സ്ഥലങ്ങളിലും DPR തിരുത്തിയെന്ന ആക്ഷേപം കൂടി ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. DPR തിരുത്തിയിട്ടുണ്ട്, എസ്റ്റിമേറ്റ് എസ്കലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എസ്റ്റിമേറ്റൊക്കെ പിന്നെ തുടങ്ങിയെടുത്ത് അപ്പം ജനപ്രതിനിധികൾ ചിലത് ആവശ്യപ്പെടും, അതിൻ്റെ പേരിൽ എസ്കലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് സബ് കോൺട്രാക്റ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മെയിൻ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ കൊടുത്തിട്ട് അതിനകത്തുള്ള വലിയ വൈഡറായിട്ടുള്ള ഗ്യാപ്പുകൾ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമുള്ളൊരു പദ്ധതിയായിരുന്നു. അപ്പോൾ അത് നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാതിരിക്കുമ്പോൾ അത് ഒരു ദുരന്തമായിട്ട് മാറും. അതാണിപ്പോൾ ഇവിടെ കണ്ടത്, ദുരന്തം. അപ്പോൾ അത് മറ്റു പല സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗം ഉണ്ടാകണം. അതിനാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു വിഷയം PV അൻവർ താങ്കളുമായി അല്ല, അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റില്ലർ കളിച്ചേക്കാം. ഡിസൈൻ സമയത്ത് അവർ ശ്രദ്ധിക്കുന്നു. അടിയിൽ വെള്ളം, ആ വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഇതിവിടെ മഴക്കാലം വന്നാൽ 2 സ്ഥലം കുട്ടി വെള്ളം ഇതിലേക്ക് തന്നെ വളരെ കൂടുതൽ കുറച്ചൊന്ന് ഹൈറ്റ് കൂടിയെന്ന് ഏത് മഴക്കാലം വന്നാലും ഇവിടൊക്കെ വെള്ളം നിറയും, നിറയും. ശരിക്കും കാണാത്ത ഈ മരങ്ങളൊക്കെ നിറഞ്ഞു പോകും. നടുവിലൊരു വലിയ തോടുണ്ട്. അപ്പം അത് സ്വാഭാവികമായി ഇത് കെട്ടിപ്പോക്കിയപ്പോൾ അടിയിലുള്ള വെള്ളത്തിൻ്റെ നടത്തി